അല്ല കേസ്. അപ്പോൾ നമ്മൾ മാവൊക്കെ പൊടിച്ച് അരിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മാവൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചീനി മാവിനുള്ള മാവെടുത്ത് നനയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചീനി മാവിനുള്ള മാവ് നനയ്ക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ചീനി മാവിനുള്ള മാവൊക്കെ എടുത്ത് നനയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറേ തേങ്ങ ഇട്ട് അത് തികയില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അണ്ണൻ കുറച്ച് തേങ്ങയും കൂടി തിരുവിയിടുകയാണ്. ഇനി നമുക്ക് കുറച്ച് ജീരകം നന്നായിട്ട് നല്ലോണം ഞവടി ചേർക്കണം. ജീരകവും തേങ്ങയും മാവും കൂടി ആ തേങ്ങയുടെ നനവിൽ നന്നായിട്ട് നനച്ചെടുക്കണം. അപ്പം നമ്മളെ മാവ് വറുത്ത് നമ്മൾ ചീനി മാവ് വറുക്കുകയാണ്. അപ്പോൾ ചീനി മാവ് മൂക്കാറായിട്ടുണ്ട്. മൂക്കാറായില്ലേ? ചുമന്ന് വരണം അല്ലേ? മൂക്കാറായിട്ടില്ല, ചുമന്ന് വന്നില്ല. ചുമക്കണം. നല്ല പാടം. അപ്പം നമ്മളെ ചീനി മാവിനെ വറുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നമ്മളിങ്ങനെ വറുത്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് എണ്ണ വറുത്തോണ്ടിരിക്കുകയാണ്. അത് നമുക്ക് റെഡില്ല. ഇവിടെ മൂക്കാറൊന്നും ആയിട്ടില്ല. അടച്ചു വെച്ച് 45 ദിവസത്തിന് ശേഷം എടുക്കാമെന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊന്ന് വേവിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. വീഡിയോയിൽ കണ്ടുപോലെ നമ്മൾ ചെയ്തു. അപ്പം